വിറപ്പിച്ചിട്ടത് കൊളായി അനങ്ങാണ്ട് പിടി മോളെ നല്ല ചന്തണ്ട്. ഹലോ, അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ഉണ്ടാ. ഞാൻ അങ്ങനെ എപ്പോഴും ലോങ് വീഡിയോ ഇടുന്ന ഒരാളൊന്നല്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ കാര്യമായിട്ട് ഇടാനൊന്നും അറിയില്ല. ഇപ്പം ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകാൻ നിൽക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ലോങ് വീഡിയോസൊക്കെ ഇട്ട് നോക്കാം, എങ്ങനെയാവും എന്താവുന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഇച്ചുവിന് കണ്ണ് എഴുതി കൊടുക്കേണ്ടതാണ്. അവൾ ചില സമയത്ത് പറയും മുകളിൽ എഴുതണം താഴെ എഴുതണം എന്ന്. അപ്പോൾ ചില സമയത്ത് ഇങ്ങനെ അനങ്ങാണ്ട് നിൽക്കുന്നു, ഇങ്ങനെ വിറപ്പിച്ചത് ആകെ കൊളാക്കി. പിന്നെ സാരല്ലേ, പിള്ളേരല്ലേ, ഇപ്പം നമ്മളോടൊന്നും തിരിച്ച് പറയില്ലല്ലോ. അത് കാരണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് വിട്ടു. അപ്പം ഞാൻ ദേ മേലൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ. തലയൊന്നും കുളിച്ചില്ല, ഒന്നരാടെ കുളിക്കാറില്ല, പിന്നെ ഇങ്ങനെ കാറ്റടിച്ച് പോകണ്ടേ. അപ്പോൾ അതേ കുളിയൊക്കെ കഴിഞ്ഞ് പൊട്ടൊക്കെ കുത്തി. എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒരുക്കങ്ങളില്ല. സാധാരണ ഞാൻ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ നല്ല ഡ്രസ്സ് ഇടാറില്ല. പ്രത്യേകിച്ച് ഞാനിന്ന് പോണത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് സാധാ വീട്ടിലിടുന്ന ഡ്രസ്സിൽ ഏതെങ്കിലും ഒരു ഇത്തിരി മേനുള്ളത് നോക്കിയിട്ട് അത് എന്നിട്ട് തിരിച്ച് പോരുമ്പോൾ പിന്നെ വന്നിട്ട് ഡ്രസ്സ് മാറണ്ടല്ലോ. അങ്ങനെയാണ് എൻ്റേത്. അപ്പോൾ ഇതാവുമ്പോഴേ ഈ ഡ്രസ്സ് അലക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വട്ടം കൂടി ഇട്ടിട്ട് അലക്കാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അന്ന് പോകുമ്പോൾ സ്പെഷ്യലായിട്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. വേറൊന്നുമല്ല, ഇന്ന് ഞായറാഴ്ച ആയിരുന്നല്ലോ. അപ്പോൾ ഞായറാഴ്ച ഞാൻ ഇങ്ങനെ പപ്പേനെ അമ്മേനൊക്കെ വിളിച്ചപ്പോൾ പപ്പയ്ക്ക് ഇതിന് മുമ്പ് ഞാൻ കിണ്ണത്തപ്പം ഉണ്ടാക്കിയ വീഡിയോ കണ്ടപ്പോൾ പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കിണ്ണത്തപ്പം. അപ്പോൾ അമ്മച്ചിയോട് പറഞ്ഞു ഒന്ന് ഉണ്ടാക്കി ഡാഡി എന്ന് പറഞ്ഞ് അമ്മച്ചി ഉണ്ടാക്കി കൊടുത്തിട്ട് ആകെ കോളാക്കി വെച്ചെന്ന് പറഞ്ഞു. അടമാതിരി ഇരിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് വെറുതെ ഉച്ചതിരിഞ്ഞ് ഞായറാഴ്ച ഒരു സ്ഥലത്തേക്കും പോയില്ല. അപ്പോൾ ചേട്ടായിയുടെ ഇങ്ങനെ കുറേ എണ്ണിപ്പിറക്കി അവസാനം എന്നാൽ പോവാന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നിന്നു. അപ്പം എന്തായാലും ഞാൻ പെട്ടെന്ന് കിണ്ണത്തപ്പത്തിൻ്റെ കാര്യം ഓർമ്മ വന്നു. അതും ഉണ്ടാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ സെറ്റാക്കി ബാഗിലൊക്കെ വെച്ചിട്ട്. സാധാരണ ഞാൻ ബാഗ് എടുക്കാറില്ല. പിന്നെ എൻ്റെ ഒരു കുഞ്ഞ് ട്രൈപോഡ് ഉണ്ടല്ലോ, അതെടുക്കുക. മനസ്സിൽ ഫുള്ള് ലോങ് വീഡിയോ എടുക്കുക എന്നുള്ളൊരു പ്ലാനോട് കൂടിയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങണത്. എന്താവും എങ്ങനെയാവുന്നൊന്നും വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും പറ്റണ പോലെ വീഡിയോ എടുക്കാം. ഒന്നാമത്തെ കാര്യം, വേറെ വീഡിയോ എടുത്ത് തരാൻ ആരില്ല, ഞാൻ തന്നെ എടുക്കണമല്ലോ. അപ്പോൾ ദേ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി ഹെൽമെറ്റൊക്കെ വെച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇച്ചുവിൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കണത് വേറെ ഒന്നുമില്ല, അവൾ മുന്നിലിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഏകദേശം 7 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം പോയി വേഗം തിരിച്ച് വരാമെന്ന് ഓർത്തിട്ടാണ് പോണത്. അത്യാവശ്യം വഴിയുണ്ടല്ലോ. പിന്നെ ഇവരെ മുന്നിലിരുത്തുമ്പോൾ വലിയ കാര്യമായിട്ട് സ്പീഡിൽ പോകാനും പറ്റില്ല. അതുകൊണ്ടാണ് അവളെ പിന്നിലിരുത്തിയേട്ടാ. ഇതിന് പെട്രോളൊക്കെ അടിച്ച് ദേ ഈ സ്ഥലം എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ട, ഹൈലൈറ്റ് മാളാണ് കേട്ടോ. എന്നും വീട്ടിൽ പോകുമ്പോൾ ഇതിൻ്റെ മുന്നിൽ കൂടെയാണ് പോണതും വരണതൊക്കെ. പക്ഷെ ഒരു പ്രാവശ്യം പോലും ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. അവിടെ എത്തുമ്പോൾ വീണ്ടും ചേട്ടൻ അവിടെ എണ്ണിപ്പറക്കൽ തുടങ്ങി. പറഞ്ഞിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ കിടക്കുമ്പോൾ ജീസൻ എങ്ങടാ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോയിരുന്നു. അപ്പോൾ അവനെ വഴിയിൽ കണ്ട് വർത്താനം പറഞ്ഞ് നേരെ വീട്ടിൽ പോയിട്ട്. അപ്പോൾ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോഴത്തേനും അമ്മച്ചി ഇറങ്ങി വന്ന് നോക്കാട്ടെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പോകുന്നുള്ളത്, പറയാണ്ടായിരുന്നു കേട്ടോ പോകണ്ടായിരുന്നത്. അപ്പോൾ അമ്മച്ചിയും പപ്പയൊക്കെ ഭക്ഷണം കഴിക്കായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ചെന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു അമ്മച്ചിയുടെ കിണ്ണത്തപ്പം. പപ്പ പറയണ്ടായിരുന്നു അടമാതിരി ഇരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കിണ്ണത്തപ്പം കൊടുത്തു. പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ പുതിയ ഫിഷ് ടാങ്കൊക്കെ സെറ്റാക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വരുമ്പോൾ ഇടാം കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്ത് പപ്പയുടെ കൂടെ കുറേ നേരം വർത്താനം പറഞ്ഞു. എന്നിട്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും പോണ സ്ഥലമാണ് അങ്ങോട്ട്. ബാക്കിൽ വാലോർന്ന് പ്രിൻസേനിയെ വിളിക്കാൻ, പക്ഷേ അവരവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് പിന്നെ ചേട്ടായിക്ക് ചായയൊക്കെ കൊടുത്തു. അതിൻ്റെ ഇടയിൽ അമ്മച്ചിക്ക് കുറിയുടെ എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിനും പോയി. ജീസനും ദേ പുറത്ത് പോയിട്ട് വന്നിട്ട് അവനെ ഞങ്ങളെല്ലാവരും അച്ചുമൊട്ടാന്നാട്ടോ വിളിക്കുക. അപ്പോൾ അവന് ആ ഒരിടയ്ക്ക് കൊറോണയുടെ സമയത്ത് ഇവന് എപ്പോഴും മൊട്ടടിക്കലായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ മൊട്ടത്തലയെന്ന് പറഞ്ഞിട്ട് അവനെ അച്ചുമൊട്ടാന്ന് വിളിക്കാറട്ടാ. പിള്ളേർ അവനെ കണ്ട് അവരുടെ കൂടെ പോയി. എന്നിട്ട് ഇവൻ ഞങ്ങൾക്ക് ഈ പറഞ്ഞു തരേണ്ടത് സിനിമാ കഥകളാണ് കേട്ടോ. ചേട്ടായുടെ മുഖത്ത് ചിരിയുണ്ട്. ആട് കണ്ടിട്ട് അതിൻ്റെ കഥയും പിന്നെ ദുരന്തർ സിനിമയിൽ അതൊക്കെ കണ്ടു. പിന്നെ അതിൻ്റെ എന്തോ വീഡിയോ ഒക്കെ അവൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ റീൽസൊക്കെ വരില്ല, അതൊക്കെ കാണിച്ചു തരാനുണ്ട്. ഭയങ്കര ഇതാന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങണ ഒട്ടുമിക്ക സിനിമകൾ പോട്ടെ. എന്നിട്ട് അവനോടും ചോദിക്കുക എങ്ങനെ ഇടാ സിനിമ എന്ന്. അവൻ നല്ലത് പറയുകയാണെങ്കിൽ പിന്നെ ചേട്ടായി ഞാൻ ഇങ്ങനെ പിരികിട്ട് തുടങ്ങും, ചേട്ടായിക്ക് കൊണ്ടുപോകുമെന്ന്. നമ്മുടെ ആൾക്ക് പിന്നെ എന്താ പറയുക, അലക്ക് കഴിഞ്ഞിട്ട് തുണി എടുക്കാൻ നേരില്ല എന്ന് പറയില്ല, അതേമാതിരി കേട്ടോ. ഒന്നിനൊന്നിനും നേരം കിട്ടില്ല. അങ്ങനെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ പപ്പയുടെ കൂടെ കാപ്പിക്കൂട്ടാൻ കളിയായി. അത് കഴിഞ്ഞിട്ട് ജീസൻ ഫോണിൽ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു തരായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ ഫോണിനാണെങ്കിൽ ക്ലാരിറ്റി ഇല്ല, വൈകുന്നേരം എടുക്കുമ്പോൾ ഇങ്ങനെ പിരിപിരാന്നിരിക്കണം. അപ്പം ഇതൊക്കെ ചേട്ടായിയുടെ ഫോണിൽ എടുത്താട്ടോ. അതാണ് ചേട്ടായി ഇങ്ങനെ 2 ഫോണും കൂടി വെച്ച് നോക്കണേ. പകൽ നല്ല ക്ലിയർ ഉണ്ട്, രാത്രി എന്താണാവോ ക്ലിയർ ഇല്ല. അത് കഴിഞ്ഞപ്പോഴത്തേനും അമ്മച്ചിയൊക്കെ വന്നു. പിന്നെ പിള്ളേർ അമ്മച്ചി വന്ന് പിന്നെ അമ്മച്ചിയുടെ കാര്യം നോക്കിയുള്ള അമ്മച്ചി വേഗം ചോറൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതുങ്ങളെ രണ്ടിനെ എടുത്തിട്ടൊക്കെ പോയി. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് മറ്റേ ഈ കാട്ട് ചെമ്പകം പൂത്തോടി പാട്ടില്ല, അപ്പോൾ അതിന് വെച്ചിട്ട് ഇങ്ങനെ വേറെ റീമേക്ക് പോലെ ഇങ്ങനെ ഒരുമിച്ച് വരുന്നതൊക്കെ ജീസൻ കാണിച്ചു തരാട്ടെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഫോണിൽ കാണിച്ചു തരും. അതൊക്കെ ഇപ്പോൾ ഇരുന്ന് കണ്ടു. പിന്നെ ചേട്ടായിക്കാണെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് ഇങ്ങനെ തല ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ.
അതൊക്കെ മസാജ് ചെയ്ത് കൊടുത്ത് ദേ ഇങ്ങനെ കുറേ നേരം ഇരുന്നു. അപ്പോഴത്തേനും അമ്മച്ചി ദേ പിള്ളേർക്ക് ചോറൊക്കെ കൊടുക്കാനിരുന്നു. അപ്പോൾ അമ്മച്ചി ഉണ്ടാക്കിയ മുന്തിരി വൈൻ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഈ വക സാധനങ്ങളൊന്നും പിടിക്കില്ല. വേറെ ഒന്നുമല്ല, എനിക്ക് ഗ്യാസുള്ള ഐറ്റംസ് പറ്റില്ല കേട്ടോ. എനിക്ക് ഈ സോഡ പറ്റില്ല, മിറണ്ട അങ്ങനത്തെ ഒക്കെ ഇല്ല, പെപ്സി, അതൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് എന്തോ കുടിക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതേ ചേട്ടായിക്ക് എടുത്തു കൊടുത്തു. ചേട്ടായി കുടിച്ച് നല്ലതെന്ന് പറഞ്ഞിട്ട് നല്ല ഗ്യാസൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, രസമുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് അമ്മച്ചി ചോറ് കൊടുത്തു. പിന്നെ ഞാനും അതേപോലെ അവിടെ ഇരുന്നു. പിന്നെ എന്നെ അതേ വീഡിയോയിൽ കാണാത്തത് ഞാനാണല്ലോ ഈ ഫോണും പൊക്കി പിടിച്ച് നടക്കേണ്ടത്, അതാണ് എന്നെ കാണാത്ത കേട്ടോ. പിന്നെ നമ്മുടെ ലക്കി മോള് പോയായിരുന്നു കേട്ടോ. ലക്കി മോള് മരിച്ചു പോയായിരുന്നു. അപ്പോൾ അവളുടെ കൂടൊക്കെ കൊടുത്തിട്ട് അവിടെ ക്ലീൻ ആക്കിയതൊക്കെ കണ്ടു. അങ്ങനെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങളിതേ പോവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇനിയാണോ ലോങ് വീഡിയോ എടുക്കുക പറയാമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റണ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ അറിയില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ലോങ് വീഡിയോയിലെ കുറച്ച് വിശേഷങ്ങൾ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളാം. ടാറ്റാ ബൈ, സീ യു.